പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ നെല്ലിയാമ്പതിയെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാക്കി ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താനൊരുങ്ങി ജില്ലാ ഭരണകൂടം. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ 2 മുതൽ ഇവിടെ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് കർശന നിരോധനം ഏർപ്പെടുത്തും. മലയോര ടൂറിസം കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് നിരോധിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് കളക്ടർ ജി. പ്രിയങ്ക ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കൃത്യമായ കർമ്മ പദ്ധതി രൂപവൽക്കരിക്കാൻ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 5 ലിറ്ററിൽ താഴെയുള്ള വെള്ളക്കുപ്പികൾ, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ, പാത്രങ്ങൾ, കമ്പോസ്റ്റ് ചെയ്തുപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് കപ്പുകൾ, പ്ലേറ്റുകൾ, ബാഗുകൾ, പ്ലാസ്റ്റിക് സാഷേകൾ, വിനൈൽ അസറ്റേറ്റ്, മാലിക് ആസിഡ്, വിനൈൽ ക്ലോറൈഡ്, കോപ്പോളിമർ എന്നിവ അടങ്ങിയ സ്റ്റോറേജ് ഐറ്റംസ്, നോൺ വുവൺ ക്യാരി ബാഗുകൾ, ലാമിനേറ്റ് ചെയ്ത ബേക്കറി ബോക്സുകൾ, 2 ലിറ്ററിൽ താഴെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക് കുപ്പികൾ എന്നിവ നിരോധിച്ചവയിൽ ഉൾപ്പെടും. പകരം വാട്ടർ കിയോസ്കുകൾ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഗ്ലാസ്, കോപ്പർ ബോട്ടിലുകൾ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഗ്ലാസ്, ടിൻ, സെറാമിക്, ബയോഡിഗ്രേഡബിൾ, പാള പോലുള്ള പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കണ്ടെയ്നറുകൾ, സ്റ്റീൽ, മരം, മണ്ണ്, കോപ്പർ ഉപയോഗിച്ചുള്ള പാത്രങ്ങൾ, ഫില്ലിംഗ് സ്റ്റേഷനുകൾ, തുണിയോ പേപ്പറോ ഉപയോഗിച്ചുള്ള ബാഗുകൾ, മെറ്റൽ കണ്ടെയ്നറുകൾ എന്നിവയാണ് ഉപയോഗിക്കേണ്ടത്. നെല്ലിയാമ്പതി ഹിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ, വിവിധ വകുപ്പുകൾ, അസോസിയേഷനുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരെ ഉൾപ്പെടുത്തി സബ് കമ്മിറ്റി രൂപവൽക്കരിക്കും. പിന്നീട് ഹരിത ചെക്ക് പോസ്റ്റ്, പ്രചാരണം, ബോധവൽക്കരണ എക്സിബിഷൻ, കുടിവെള്ള ലഭ്യത എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി 15 ദിവസത്തിനുള്ളിൽ കർമ്മ പദ്ധതി തയ്യാറാക്കി യോഗം ചേരും. ഓഗസ്റ്റ് 15ഓടെ പ്ലാസ്റ്റിക് നിരോധനത്തിനുള്ള പ്രവർത്തനങ്ങൾ കർമ്മ പദ്ധതി അടിസ്ഥാനമാക്കി ആരംഭിച്ച് ഒക്ടോബർ 2ഓടെ പൂർണ്ണമായും നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.